എത്ര എഴുതത്തള്ളപ്പെട്ടാലും തിരിച്ചു വരുന്നവരാണ് കാനറികൾ. മഞ്ഞക്കുപ്പായത്തിൻ്റെ മെയ്യിണക്കം കൊണ്ട് 5 ലോക കിരീടം നേടിയെടുക്കുമ്പോഴും തിരിച്ചുവരവുകളുടെ ഒരു കാലഘട്ടം തന്നെ അവർക്ക് പറയാനുണ്ട്. ലോക ഫുട്ബോളിൽ ഇത്രമേൽ താരോദയങ്ങളെ സമ്മാനിച്ച ഒരു മണ്ണില്ല. ബ്രസീലിൻ്റെ ഹവേലൻ തെരുവുകളിൽ കൈക്കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കാൽപന്തിനാൽ എതിരാളികളെ സ്കിൽ ടാലൻറ്റ് കൊണ്ട് മറികടക്കുന്ന ഓരോ കുട്ടിയും ചിലപ്പോൾ വരാൻ പോകുന്ന ഫുട്ബോൾ ലോകത്തിൻ്റെ ഭാവി വാഗ്ദാനമായിരിക്കണം. അതെ, അതാണ് ബ്രസീൽ, കാൽപന്ത് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മണ്ണ്. സാക്ഷാൽ പെലെയും ഗാരിഞ്ചയും സീക്കോയും റൊണാൾഡോയും റൊമാരിയോയും റൊണാൾഡിഞ്ഞോയും കഫുവും കാർലോസും കക്കയും ഫുട്ബോൾ ലോകത്തിന് ബ്രസീൽ സമ്മാനിച്ച പൊൻകിരണങ്ങളാണ്. ഇതുപോലെ തന്നെ ഓരോ ജനറേഷനുകളിലും കാലിൽ കൈവുറ്റ പോരാട്ട ശൈലികൾ കോർത്തിണക്കിയ ആയുധധാരികളെ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ ചരിത്രം രചിക്കപ്പെട്ടു, മറ്റു ചിലർ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. അതിലും ചിലർ ഒന്നുമാവാതെ ലോക ഫുട്ബോളിൽ നിന്നും വിട പറഞ്ഞു. നേട്ടങ്ങളുടെ പട്ടികയിൽ കാനറികളെന്നും മുന്നിൽ തന്നെയാണ്. എന്നാൽ ഇന്നിൻ്റെ കനകവേദിയിലിതാ ഒരു കോപ്പ അമേരിക്കയിലൂടെ ആ മഞ്ഞക്കുപ്പായക്കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പലരും ടീമിൽ ഇടം നേടിയിട്ടില്ല. ഉള്ളവരിൽ ചിലർ ഫോം ഔട്ടായി നിൽക്കുന്നു. പക്ഷേ ഇത്തവണത്തെ കോപ്പയിൽ നിറഞ്ഞാടുന്ന നിർഭാഗ്യം അവരെ വേട്ടയാടുന്നുണ്ട്. അതിനുദാഹരണം നെയ്മർ ജൂനിയറിൻ്റെ പരിക്ക് തന്നെയാണ്. കോപ്പ അമേരിക്കയുടെ ഓരോ മത്സരം കഴിയുമ്പോഴും ബ്രസീൽ ആരാധകർ ആശങ്കയിലാണ്. ഇത്രമേൽ പ്രതാപം കെട്ടിപ്പൊക്കിയ ഒരു ടീമാണ് ആദ്യ മത്സരത്തിൽ കോസ്റ്ററിക്കൻ പ്രതിരോധത്തിന് മുന്നിൽ മുട്ടുകുത്തപ്പെട്ടത്. രണ്ടാം മത്സരത്തിൽ 4 ഗോളിൻ്റെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയെങ്കിലും ടീമിൻ്റെ വീക്ക് പോയിന്റുകൾ ഏതൊരു ചെറിയ ആരാധകരും മനസ്സിലായിരിക്കും. മൂന്നാം മത്സരം കോപ്പയിൽ പോരാട്ടവീര്യം തുടർന്നുകൊണ്ടിരിക്കുന്ന കൊളംബിയക്കെതിരെയായിരുന്നു. നിറപ്രതീക്ഷകൾ നൽകിയിട്ടാണ് കാനറികൾ പന്തു തട്ടാനൊരുങ്ങിയത്. ഒരു കാലത്തെ പ്രതാപം വീണ്ടെടുക്കാൻ ഈ കോപ്പ അമേരിക്കയാണ് ബ്രസീലിന് മുന്നിലുള്ളത്. കൊളംബിയക്കെതിരെ വിജയം അനിവാര്യം തന്നെ. അല്ലെങ്കിൽ തീനാളത്തിൻ്റെ മുകളിൽ നിലം തൊടാത്ത രൂപത്തിൽ ചാടിക്കളിക്കുന്നത് പോലെയാകും ഗ്രൂപ്പ് ഘട്ടം തന്നെ. മത്സരത്തിൻ്റെ ആവേശത്തിന് തിരികൊളുത്തും വിധം 12-ാം മിനിറ്റിൽ തന്നെ റാഫീഞ്ഞ വല ചലിപ്പിച്ചു, അതും ഒരു അസാധ്യമായ ഫ്രീ കിക്കിൽ നിന്ന്. ശക്തമായ കൊളംബിയക്കെതിരെ ഇങ്ങനെയൊരു ആധിപത്യം പിടിച്ചടക്കിയതിൽ ബ്രസീൽ ആവേശം കൊണ്ടിരിക്കണം. കളിയുടെ പല നിമിഷങ്ങളിലും കൊളംബിയൻ അറ്റാക്കിന് മുമ്പിൽ പതറിപ്പോകുന്ന ബ്രസീലിനെ ആരാധകർ അതീവ ഭയത്തോടെ നോക്കിക്കണ്ടു. കൊഡ്രാഡോയുണ്ടായസും അരങ്ങ് തകർക്കുന്ന കൊളംബിയൻ മുന്നേറ്റ നിരക്ക് മുമ്പിൽ ബ്രസീൽ പാടുപെടാൻ തുടങ്ങി. കൂടെ ഹാമിസ് റോഡ്രിഗാസും അരങ്ങ് തകർക്കുന്നു. അവസാനം ആദ്യ ഹാഫിന് മുമ്പ് തന്നെ കൊളംബിയ ലക്ഷ്യം കണ്ടു. മത്സരം 1-1 എന്ന നിലയിൽ അന്ത്യം കുറിക്കപ്പെട്ടു. ഒരു പഴയ ബ്രസീലിനെ തിരിച്ചു കിട്ടാൻ ആരാധകർ എത്രയെത്ര പ്രാർത്ഥിച്ചിരിക്കണം. ഇത്തവണ കോപ്പയുടെ വേദിയിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച കാനറി കൂട്ടത്തെയല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രതീക്ഷകളാണ്. കാരണം തിരിച്ചു വരുമെന്നതിൽ ഉറപ്പുണ്ട്. കാരണം ഇത് ബ്രസീലല്ലേ, ഒരു കൂട്ടം പ്രതിഭാസമ്പന്നരുടെ രാജ്യമല്ലേ. അതെ, അവരുടെ തിരിച്ചുവരവ് ഇന്ന് നിർബന്ധമായി തീർന്നിരിക്കുകയാണ്. അത് ഏതൊരു ഫുട്ബോൾ ആരാധകനും സ്വപ്നം കണ്ടു തുടങ്ങുന്നു. ബ്രസീൽ എന്നത് കേവലം ഒരു രാജ്യമെന്ന രീതിയിൽ എണ്ണപ്പെടാൻ സാധ്യമല്ല. കാൽപന്തിൻ്റെ വശ്യമനോഹാരിതയും ആളൊയിഞ്ഞ ഹൃദയാന്തരങ്ങളിലേക്ക് ഫുട്ബോളിൻ്റെ ലഹരി ഇഞ്ചക്റ്റ് ചെയ്ത ഒരു രാജ്യം കൂടെയാണ്. തകർന്നു പോവാൻ കാൽപന്ത് ലോകത്ത് ഇന്നും ഇന്നലെയും ഉണ്ടായ ഒരു രാജ്യമല്ലല്ലോ ഇത്. ഫുട്ബോളിനൊരു പര്യായമുണ്ടെങ്കിൽ അത് ബ്രസീലായിരിക്കണം. ഒരു ഈറ്റില്ലമുണ്ടെങ്കിൽ അതും ബ്രസീലായിരിക്കണം. പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റാത്ത പ്രതാപങ്ങളുണ്ടെങ്കിൽ അതും ബ്രസീലായിരിക്കണം. കണ്ടിരുന്ന് കണ്ടോളൂ അടുത്ത മത്സരം എങ്ങനെയായിരിക്കുമെന്ന്. ശക്തരായ ഉറുഗ്വേയാണ് അടുത്ത മത്സരത്തിലെ എതിരാളികൾ. എങ്ങനെയായിരിക്കും മത്സരമെന്നുള്ളത് കാണേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, അവരെ ഭയക്കേണ്ടതുണ്ട്. എതിരാളികൾ ആരായാലും എങ്ങനെയായാലും ഏതൊരു സമയത്തും തിരിച്ചു വരാനുള്ള സ്ട്രെങ്ത് ബ്രസീലിനുണ്ട്. ഒരുപക്ഷെ നിർഭാഗ്യമെന്ന നിഴലില്ലെങ്കിൽ ഇന്ന് കോപ്പയുടെ മുഴുനീള കിരീടത്തിൽ മുത്തമിടാൻ കൂടുതൽ സാധ്യതയും ബ്രസീലിനായിരിക്കും.